ഇത് എൻ്റെ മൂത്ത മകൻ, അവരുടെ പേര് ലിൻസൺ പി വർഗീസ്. ഇത് മോന്റെ ഭാര്യ വിജി. മോന്റെ ഭാര്യ വിജി പേര് വിജി വിജി വർഗീസ്. ഇത് എൻ്റെ ഭാര്യ. വിജിയുടെ വീട് എവിടെയാണ്? ഞാൻ ബിലായിലാണ് പോട്ടപ്പോ. പിന്നെ ജോലി അപ്പോയിന്റ്മെന്റ്, ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഗ്വാലിയറിലായിരുന്നു. അത് കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞ് ഭോപ്പാലിൽ. അവിടെ ഏത് പള്ളിയായിരുന്നു? മർത്തമ പള്ളി. ബിലായി മിന്നിയുടെ ലിൻസൺ വർഗീസ്. ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെ തന്നെ, ഞാൻ ജോലി ചെയ്യുന്നത് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഏജീസ് ഓഫീസിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ലിൻസൺ നമ്മുടെ സിഎസ്ഐയില് നമുക്ക് സിഎസ്ഐ പള്ളി ഉണ്ടല്ലോ, അതിന്റെ ഒരു ചെറിയ ചരിത്രം എന്ന് പറയാം. എന്ന് മുതലാണ് നമ്മളിങ്ങനെ CSI പള്ളി നമുക്ക് ഇവിടെ ആക്ച്വലി തുടങ്ങിയത്, ഇതിന് മുമ്പ് ഇരുന്ന് നമ്മുടെ തിരുമേനി തോമസ് പി ഉമ്മൻ തിരുമേനി, അത് അച്ഛനായിരുന്നപ്പം ബിലായ് ഇൻഡസ്ട്രിയൽ മിഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു മിഷൻ CSI തുടങ്ങി. അന്നേരം അത് വെച്ച് തിരുമേനി അന്ന് അച്ഛനായിരുന്ന സമയത്ത് ബിലായിൽ വന്ന് താമസിച്ചുകൊണ്ട് ബിലായിലും ഭോപ്പാലിലും വിസിറ്റ് ചെയ്തു. എന്നിട്ട് ഭോപ്പാലിൽ വന്ന് അന്ന് നമുക്ക് CNI ഇല്ലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. CNI ഇംഗ്ലീഷ് വർഷിപ്പ് സർവീസ് ആയിരുന്നു നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം ആദ്യം തിരുമേനി വന്നപ്പം ഫാദർ പട്ടോലെ ആയിരുന്നു അന്ന്. ഫാദർ പട്ടോലയുടെ ഇംഗ്ലീഷ് വർഷിപ്പ് ആയിരുന്നു നമ്മൾ CNI അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് തിരുമേനി ഭോപ്പാലിൽ വന്ന ടൈം ഓരോ വീടുകളിൽ പോയി നമ്മുടെ ഹോളി കമ്മ്യൂണിയൻ സർവീസ്, മലയാളത്തിലുള്ള ഹോളി കമ്മ്യൂണിയൻ സർവീസ് നടത്താറുണ്ടായിരുന്നു. അങ്ങനെ വൺസ് ഇൻ എ മന്ത് വരുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബാക്കി സമയം ബിലായിലായിരുന്നു. അങ്ങനെ വന്ന് നമ്മൾ ഒരു CSIക്കാരെല്ലാം കൂടാൻ തുടങ്ങി. എന്നാൽ CSIക്കാർ കൂടുതലും പോകുന്നത് മർത്തോമായിലും CNIയിലും ഇവാഞ്ചലിക്കൽ ഹിന്ദി ചർച്ചിലും അവിടെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഇവ എല്ലാവരും കൂടെ ഗ്യാദറായപ്പോൾ മനസ്സിലൊരു വിചാരം വന്നു, നമുക്ക് ഇവിടെ CNI മലയാളം കോൺഗ്രിഗേഷൻ പറഞ്ഞു തുടങ്ങി. അന്ന് CNI ബിഷപ്പിനോട് പെർമിഷൻ മേടിച്ചിട്ട് നമ്മൾ ഒരു മലയാളം കോൺഗ്രിഗേഷൻ തുടങ്ങി. പക്ഷേ കുറച്ച് അത് അങ്ങനെ അത്ര പ്രാക്ടിക്കലായിട്ട് വന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അന്ന് മാണി ബിഷപ്പിൻ്റെ ടൈമിലായിരുന്നു. ആ സമയത്ത് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വന്നു. അന്നേരം ബിഷപ്പിനോട് പെർമിഷൻ എടുത്ത് ബിഷപ്പ് നമുക്ക് മധ്യ കേരള ഡയസിസ് കോട്ടയമിൻ്റെ അണ്ടറിൽ ലൈസൻസ് തന്നു ഇവിടെ CSI വർഷിപ്പ് തുടങ്ങാനായിട്ട്. അങ്ങനെ നമ്മൾ CSI ആയിട്ട് ഇവിടെ തുടങ്ങിയത്. CSI എനിക്ക് തോന്നുന്നു ഏകദേശം 91-92 ആ സമയത്തായിരുന്നു തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ അന്ന് തൊട്ട് ഇപ്പോഴുണ്ട്. ആദ്യം നമ്മൾ മർത്തോമ പള്ളിയിലും ഐഡിയൽ സ്കൂളിലും ഒക്കെ ആയിരുന്നു വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് പള്ളിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പള്ളിയായി ഏകദേശം 95-96 എങ്ങാണ്ടായിരുന്നു ഒന്ന് റെഡിയായി. പിന്നെ തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ ഉണ്ട്. ഇപ്പം ഏകദേശം നമ്മൾ 28-29 ഇയേഴ്സ് ആയി. ഒരു അപ്രോക്സിമേറ്റ്ലി 30 ഇയേഴ്സ് ആയി മലയാളം കോൺഗ്രിഗേഷൻ CSI പള്ളി തുടങ്ങിയിട്ട്. അന്ന് CSIയുടെ ഫൗണ്ടർ മെമ്പേഴ്സിൽ ഞങ്ങളൊക്കെ പപ്പായുടെ ചേട്ടൻ ഐസക് അങ്കിൾ, ഒരു തോമസ് വർഗീസ് അങ്കിളുണ്ട്, ഡാനിയൽ അങ്കിളുണ്ട്, ഇട്ടി സാറുണ്ട്. ഇവരെല്ലാവരും ഫൗണ്ടർ മെമ്പേഴ്സായിരുന്നു. പക്ഷേ ആ സമയത്തെ യങ്സ്റ്റേഴ്സ്, യൂത്ത് ആയിരുന്നു. നമ്മുടെ ബ്രദർ സെന്നി പി ഉമ്മനും ഇവരെല്ലാം അന്നത്തെ യൂത്ത്സ് ആയിരുന്നു, ഇവിടുത്തെ ആക്റ്റീവ് യൂത്ത്സിലാണ് ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, സെന്നി ബ്രദർ അന്ന് CSIയുടെ ബിൽഡിംഗ് ഫണ്ടിന്റെ ട്രഷററായിരുന്നു. ആ സമയത്ത് സെന്നി ബ്രദർ ഇവിടുന്ന് വിട്ടിട്ട് പോകുന്ന സമയത്ത് എനിക്ക് ചാർജ് ഹാൻഡ് ഓവർ ചെയ്തത്. ഞാൻ പിന്നെ ബിൽഡിംഗ് ഫണ്ട് ട്രഷററായിട്ട് ചാർജ് എടുത്തു. ഇനി ആ പള്ളിയുടെ ഒരു ഹിറാക്കി അച്ഛന്മാർ
അച്ഛന്മാരെ നമുക്ക് സെർവ് ചെയ്ത് കിട്ടിയ സാഹചര്യം കൂടെയാണ്. അച്ഛന്മാരുടെ അച്ഛന്മാര് നമുക്ക് ആദ്യത്തെ അച്ഛൻ ഞാൻ പറഞ്ഞത് നമ്മുടെ പഴയ തിരുമേനി തോമസ് പി ഉമ്മൻ തിരുമേനി ആയിരുന്നു ആദ്യത്തെ അച്ഛൻ. അച്ഛൻ അന്ന് ഭിലായിൽ നിന്ന് വന്ന് ഇവിടെ സർവീസ് എടുക്കുമായിരുന്നു ഇത്. അത് കഴിഞ്ഞ് വന്ന അച്ഛൻ ക്രിസ്റ്റഫർ ജോർജ് അച്ഛൻ. ഇന്ന് ക്രിസ്റ്റഫർ ജോർജ് അച്ഛൻ നമ്മുടെ മധ്യത്തിലില്ല. ക്രിസ്റ്റഫർ ജോർജ് അച്ഛൻ ആയിരുന്നു. ക്രിസ്റ്റഫർ ജോർജ് അച്ഛൻ്റെ ടൈമിലാണ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് ഇവിടെ റൈറ്റ്സ് ഒക്കെ നടന്ന സമയത്ത് ക്രിസ്റ്റഫർ ജോർജ് അച്ഛൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് പള്ളിക്ക് വേണ്ടി. ക്രിസ്റ്റഫർ ജോർജ് അച്ഛൻ കഴിഞ്ഞ് അടുത്ത അച്ഛനായിരുന്നു ബി ജോസഫ് അച്ഛൻ. ബി ജോസഫ് അച്ഛൻ ഹൈദരാബാദിൽ നിന്ന് ട്രാൻസ്ഫറായി വന്ന അച്ഛനായിരുന്നു. അച്ഛൻ അധികം നാൾ ഇവിടെ ഇരുന്നില്ല, ഏകദേശം 1-2 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛന് പിന്നെ നമ്മുടെ മധ്യത്തിലില്ല. അച്ഛന് പ്രായം ഒക്കെ ഇല്ല. ബി ജോസഫ് അച്ഛൻ കഴിഞ്ഞ് വന്നത് PI ജേക്കബ് അച്ഛനാണ്. PI ജേക്കബ് അച്ഛനെ എനിക്ക് തോന്നുന്നു നമ്മുടെ മധ്യ കേരള ഡയോസിസിൽ അപ്പു അച്ഛൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പു അച്ഛനായിരുന്നു. അപ്പു അച്ഛൻ കഴിഞ്ഞ് വന്നത് അച്ഛന് ഷാജൻ ബി ഡാനിയൽ അച്ഛനാണ്. ഷാജൻ ബി ഡാനിയൽ അച്ഛനാണ്. ഷാജൻ ബി ഡാനിയൽ അച്ഛന് ഏകദേശം 2 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. അതിന് അന്ന് പാർസനേജ് ഇല്ലായിരുന്നു. നമ്മൾ റെന്റഡ് പള്ളിയും ആയിട്ടില്ല ആ സമയത്ത്. റെന്റഡ് നമ്മൾ ഈ പള്ളി മറ്റു സ്ഥലത്തൊക്കെ പോയായിരുന്നു ആരാധന എടുക്കുന്നത്. അത് കഴിഞ്ഞ് പാർസനേജ് നമ്മൾ റെന്റഡ് പാർസനേജിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഷാജൻ ബി ഡാനിയൽ അച്ഛൻ കഴിഞ്ഞ് വന്നത് എനിക്ക് MA ജേക്കബ് അച്ഛൻ. MA ജേക്കബ് അച്ഛൻ ഇന്ന് MA ജേക്കബ് അച്ഛൻ ഇപ്പം നാട്ടിലുണ്ട്. നമ്മുടെ ഒത്തിരി നല്ല ടാലന്റഡ് അച്ഛനാണ്. MA ജേക്കബ് അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ യൂത്ത്സ് ആൻഡ് യങ് കപ്പിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത്സ് ആൻഡ് യങ് കപ്പിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ ഒത്തിരി എൻകറേജ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് പള്ളി നല്ല ആക്റ്റീവായി MA ജേക്കബ് അച്ഛൻ്റെ ടൈം തൊട്ട്. പിന്നെ MA ജേക്കബ് അച്ഛൻ പോയി കഴിഞ്ഞ് വന്നത് KO രാജു അച്ഛനാണ്. KO രാജു അച്ഛനാണ് എൻ്റെ ഓർമ്മയിൽ. പിന്നെ KO രാജു അച്ഛൻ 3 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. KO രാജു അച്ഛൻ പോയി കഴിഞ്ഞ് വന്നത് അല്ലല്ല MA ജേക്കബ് അച്ഛൻ പോയി കഴിഞ്ഞാൽ അനിയൻ കെ പോളച്ചനാണ് വന്നത്. അനിയൻ കെ പോളച്ചൻ എനിക്കൊന്ന് ഇപ്പം സിംഗപ്പൂരിലാണെന്നോ അല്ലയോ എന്ന് എനിക്ക് ഡൗട്ട്. എനിക്ക് തോന്നുന്നു ഉണ്ട്. ഡാനിയൽ സാറൊക്കെ ആക്റ്റീവ് മെമ്പേഴ്സാണ്. ഡാനിയൽ സാറിന്റെ എഫർട്ട് കാരണമാണ് ഈ പള്ളി വന്നത്. ഇവിടെ പള്ളി നമുക്ക് പള്ളിക്ക് ലാൻഡ് കിട്ടിയതും ആ സമയത്ത് ഡാനിയൽ അങ്കിൾ അന്ന് CMന്റെ അണ്ടർ സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ ഡാനിയൽ അങ്കിളുടെ എഫർട്ട്സ് ഒത്തിരി ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വന്നത് അനിയൻ കെ പോളച്ചൻ കഴിഞ്ഞാൽ KO രാജു അച്ഛൻ വന്ന്. പിന്നെ KO രാജു അച്ഛൻ കഴിഞ്ഞ് മാത്യു അച്ഛൻ ആയിരുന്നു ഇവിടെ. മാത്യു അച്ഛൻ പോയി കഴിഞ്ഞ് വന്നത് VJ ബിജു അച്ഛനാണ്. VJ ബിജു അച്ഛൻ US ഇരുന്നിട്ടുണ്ട്. എനിക്കൊന്ന് ന്യൂയോർക്കിൽ അച്ഛനായിട്ട് ഇരുന്നിട്ടുള്ളൂ. പിന്നെ ഇപ്പം VJ ബിജു അച്ഛന് നമ്മുടെ മധ്യത്തിലില്ല. കാര്യം അച്ഛൻ കോവിഡിന്റെ സമയത്ത് വെള്ളൂരി പോസ്റ്റിംഗ് ആയിരുന്നു ആ സമയത്ത്. പിന്നെ VJ ബിജു അച്ഛൻ കഴിഞ്ഞ് വന്നത് നമ്മുടെ ഒരു CM ഈപ്പനച്ഛൻ. ഇപ്പം അച്ഛൻ ഈ സമയത്ത് എനിക്കൊന്ന് കുവൈറ്റിലാണ് പോസ്റ്റഡാണ്. CM ഈപ്പനച്ഛൻ കഴിഞ്ഞ് വന്നത് പിന്നെ ബിജു കുഞ്ഞുമനച്ഛൻ ഇപ്പം അബുദാബിയിൽ പോസ്റ്റഡാണ്. ബിജു കുഞ്ഞുമനച്ഛൻ സെന്നി ബ്രദറിന്റെ കൂടെ ഫോട്ടോ ഇട്ടത് അത് ഭോപ്പാലിലെ അച്ഛനാണ്. ഇവിടെ 5 വർഷം ഇരുന്ന അച്ഛനാണ് ബിജു കുഞ്ഞുമനച്ഛൻ കഴിഞ്ഞ് ഇവിടെ ഇപ്പം ഉള്ളതെന്ന് പറഞ്ഞ റവറൻ ഡാർവിൻ B വടക്കേത്തരക്കൽ അച്ഛനാണ്. അച്ഛനും ട്രാൻസ്ഫറായി. നാളെ കഴിഞ്ഞ് അച്ഛൻ പോകുക ഇവിടുന്ന് ഭോപ്പാലിൽ നിന്ന് പോകുക കേരളത്തിൽ പോവുക. അച്ഛൻ്റെ സ്ഥാനത്ത് വരാൻ പോകുന്ന റവറൻ ബിനി ജോസ് അച്ഛൻ കേരളത്തിൽ നിന്ന് വരാൻ പോകുന്നത് അടുത്ത മാസത്തേക്ക്. ഇപ്പം ആ പള്ളിയുടെ പേര് ഞാൻ മറന്നു. ഓർത്തിരിക്കാൻ ഒരു ടിപ്പിക്കൽ നെയിം അത് ഓർമ്മയിരിക്കത്തില്ല എനിക്ക്. വേറെ CSI പള്ളിയിലെ മെമ്പേഴ്സിന് സീനിയേഴ്സിൽ അറിയാവുന്ന പേരുടെ
പറഞ്ഞാൽ സീനിയേഴ്സിൽ അറിയാമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫൗണ്ടർ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം പേരെടുക്കേണ്ടത് നമ്മുടെ MC ഡാനിയൽ അങ്കിളുടെ, PV ഐസക്, ഞങ്ങളുടെ വല്യപ്പ PV ഐസക് അങ്കിള്, തോമസ് വർഗീസ് അങ്കിള്, പിന്നെ അതുകൂടാതെ നമ്മുടെ ഒരു ജോസഫ് അങ്കിൾ ഉണ്ടായിരുന്നു, PJ കോശി അങ്കിൾ ഉണ്ടായിരുന്നു. അങ്ങനെ ജോസഫ് അങ്കിളിന്റെ പേരെന്തായാലും നമ്മുടെ അത് ചുമ്മാ പറയുന്നതായിരുന്നു. പറഞ്ഞ അവിടെ ജോലി ചെയ്തോണ്ടിരുന്നുണ്ട്, അങ്ങനെ പറയുന്നതായിരുന്നു. ആ അങ്കിള് ആയിരുന്നു ജെസ്സി പിന്നെ ഒരു PJ കോശി അങ്കിൾ ഉണ്ടായിരുന്നു, PJ കോശി അങ്കിൾ. അങ്ങനെ പഴയ ആൾക്കാർ ഒത്തിരി പേര് ഉണ്ടായിരുന്നു. TV വർഗീസ് അങ്കിൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ടീമിംഗ് ആയിരുന്നു. അത് CSI ഭോപ്പാൽ CSI പള്ളി ഒരു ഫാമിലി പോലെ. TV എബ്രഹാം അങ്കിളും സൂസി ആൻറ്റി ഇവര് ഒക്കെ ഉണ്ടായിരുന്നു. ചില പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ട്, എനിക്ക് അങ്ങോട്ട് ക്ലിക്ക് ആകുന്നില്ല. പെട്ടെന്ന് ചോദിച്ച് പറഞ്ഞു. അപ്പൊ ഇനി ഒരു അവസരത്തിൽ കാണാം. നമുക്ക് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് സമയം. താങ്ക് യു സോ മച്ച്.